ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കാടമുട്ടൻ്റെ റെസിപ്പി ആയിട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 10-30 കാടമുട്ട ഒന്ന് പീങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ഉള്ളി, ഒരു തക്കാളി, 1-1.5 തക്കാളി, ക്യാപ്സിക്ക 2 മല്ലിച്ചെപ്പ്, വെളുത്തുള്ളി. ക്യാപ്സിക്ക ഉള്ളിൻ്റെയിലേറെയും തക്കാളിയിലേറെയും കൂടുതൽ വേണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിലായിട്ട് ഞാനൊരു അടുപ്പത്ത് മുട്ട പീങ്ങാൻ വെച്ചിട്ടുണ്ട്. മറ്റൊരു അടുപ്പത്ത് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഉള്ളി ഒന്ന് നല്ല വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വാടി കിട്ടണം കേട്ടോ ഉള്ളി. എന്നാൽ മാത്രമേ എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഉണ്ടല്ലോ, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലവണ്ണം വാടി വരണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഇത് രണ്ടും നല്ലവണ്ണം വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും മല്ലിച്ചപ്പും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. മസ്റ്റാണ് മൂടി വെച്ച് ക്യാപ്സിക്കും മല്ലിച്ചപ്പും നല്ലവണ്ണം വാടി കിട്ടണം. അത് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം വാട്ടി എടുത്തിട്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ മുട്ട ഇതാ ഇവിടെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ എന്താ പറയുക, മാഗി ക്യൂബ്സ് ഇല്ലേ, അത് ഒറ്റൊരു പീസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലവണ്ണം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾറെഡി മാഗിയിൽ നല്ലവണ്ണം കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, എത്രയാണോ നിങ്ങൾക്ക് എരിവിന്, ഞാൻ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലവണ്ണം വഴറ്റുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല എന്തായാലും ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ മസാല വേവാനായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളെ കാടമുട്ട ഒന്നിവിടെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെച്ച് അതേ പാനിന് കുറച്ച് ചൂടുവെള്ളം വേണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ മസാല നല്ല വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളമല്ല കേട്ടോ, നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ഇനി മസാലയിലേക്ക് നമുക്ക് ആ വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതല്ല ഗ്രേവി ആയിട്ട് തന്നെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത്രയൊന്നും വേണ്ട, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നേരെ ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്ക് കുറച്ച് കറി വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാടമുട്ടൊക്കെ നല്ല ഫ്രഷ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാടമുട്ട ഇടുമ്പോൾ ഒരു ചെറുങ്ങനൊരു വര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണും ഇട്ടിട്ടില്ല, ഒരു 1/2 സ്പൂണ് കോൺഫ്ലവർ ഇല്ലേ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, അധികം മസാലകളോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഡിഷ് ഇഷ്ടമാവും, കുട്ടികൾക്കും. അപ്പോൾ ഓക്കെ, ബൈ.